നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ സർവ്വ ആയുധങ്ങളും തേച്ചുമിനുക്കി മുന്നണികളും PV അൻവറും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നൽകിയ ആവേശത്തിലാണ് UDF ക്യാമ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പൊതുയോഗങ്ങളിലെ വലിയ ജനപങ്കാളിത്തമാണ് ഇടത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. യൂസഫ് പഠാന്റെ റോഡ് ഷോ ഹിറ്റായതോടെ പ്രചാരണത്തിന്റെ കളം പിടിക്കാൻ PV അൻവറിനും കഴിഞ്ഞു. ഇനി അറിയേണ്ടത് എന്തൊക്കെയാണ് അവസാന നിമിഷങ്ങളിൽ സംഭവിക്കുക എന്നതൊക്കെയാണ്. വിവരങ്ങളുമായി CV അനുമോദും VV അരുണും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഓരോരുത്തരും അവരവരുടെ ഒരു കളമൊക്കെ തെളിഞ്ഞു പിടിച്ചു എന്ന് തോന്നുന്നു. ഇന്നലെ അവസാന ഘട്ടത്തിൽ യൂസഫ് പഠാന്റെ റോഡ് ഷോ ഒക്കെ നടത്തി അൻവറും സജീവമായി തന്നെ ചിത്രത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. ഈ അവസാന മണിക്കൂർ, നാളെ വൈകിട്ട് വരെയുള്ള ഈ ഒരു അവസാന മണിക്കൂറിലെ പ്രചാരണം മഴയൊക്കെ അവഗണിച്ച് വളരെ കാര്യമായി തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുക. എന്തൊക്കെയാണ് അവസാന മണിക്കൂറുകളിൽ നിലമ്പൂരിലെ ഒരുക്കങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രീജ. കനത്ത മഴയുണ്ട്. പക്ഷേ ഈ മഴയൊന്നും ഈ ഒരു അവസാന മണിക്കൂറിലെ പ്രചരണത്തിന് തടസ്സമാകില്ലെന്ന് ഉറപ്പാണ്. രണ്ട് മുന്നണികൾക്ക് പുറമെ PV അൻവറും അതുപോലെ തന്നെ NDAയും എല്ലാം തന്നെ ഈ അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടുകൾ ഉറപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇന്ന് UDFന്റെ പ്രചരണത്തിന്റെ മുഖ്യ ആകർഷണം KC വേണുഗോപാലാണ്. ACC ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുടുംബയോഗങ്ങളിലും തെരഞ്ഞെടുത്ത പൊതുയോഗങ്ങളിലുമൊക്കെയാണ് അദ്ദേഹം ഉണ്ടാവുക. അദ്ദേഹത്തിനൊപ്പം സാദിഖ് അലി ശിഹാബ് PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആര്യടൻ ഷൗക്കത്ത് ഇന്ന് ഇവിടെ നഗരസഭാ പരിധിയിലും മൂത്തയിടത്തുമാണ് അദ്ദേഹത്തിൻ്റെ പര്യടനം നടക്കുക. UDFന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഈ സമയങ്ങളിൽ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. പല വിഷയങ്ങളും ഉയർന്നു വന്നിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിന് പിന്നാലെ ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമിച്ച സംഭവവും അതിന് പുറമെ ഇന്നലെ മുഖ്യമന്ത്രി പരാമർശിച്ച ക്ഷേമ പെൻഷൻ കൂട്ടുന്ന വിഷയവുമൊക്കെ ഇന്നും ഈ വാർത്തകളിൽ അല്ലെങ്കിൽ പ്രചരണത്തിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ക്ഷേമ പെൻഷൻ കൂട്ടുന്ന വിഷയത്തിൽ ഇതുവരെ UDFന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അതൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നൊരു കാര്യമായിരുന്നു. അതിന് എന്തായിരിക്കും UDFന്റെ ഇതിനുള്ള പ്രതികരണം എന്നുള്ളതൊക്കെ ഇന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി രണ്ടിടങ്ങളിൽ റോഡ് ഷോ നടത്തിയപ്പോൾ തന്നെ UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് അവർക്ക് വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് പ്രിയങ്കയ്ക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത അത് ആര്യടൻ ഷൗക്കത്തിന് കൂടി ഗുണം ചെയ്യുന്ന തരത്തിൽ വോട്ടായി മാറും എന്ന് തന്നെയാണ്. വലിയ ആൾത്തിരക്ക്, ജനപങ്കാളിത്തം ഈ രണ്ട് ഇടങ്ങളിലും നമ്മൾ കണ്ടതായിരുന്നു. കേരളത്തിൽ UDF ഉന്നയിക്കുന്ന വിഷയങ്ങൾ മുൻനിർത്തി തന്നെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെയും പ്രചരണം ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ വിവാദങ്ങളായ ജമാഅത്തെ വിഷയമോ അത്തരത്തിലുള്ള മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊന്നും തന്നെ പ്രിയങ്ക കടന്നില്ല. ക്ഷേമ പെൻഷനും മലയോര മേഖലയിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവിടെ KC വേണുഗോപാൽ കഴിഞ്ഞ കൺവെൻഷനിൽ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെയായിരുന്നു പ്രിയങ്കയും പ്രധാനമായിട്ടും ഉയർത്തിയത്. ആ തരത്തിൽ UDFന്റെ അജണ്ട മുൻനിർത്തിയുള്ള പ്രചരണം തന്നെയാണ് പുരോഗമിക്കുന്നത്. LDF ആകട്ടെ വികസന രാഷ്ട്രീയം മുൻനിർത്തി വോട്ട് ചോദിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ UDFനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ അവസാന 2 ദിവസം ഈ വിഷയങ്ങളിൽ ഊന്നി തന്നെയായിരിക്കും പ്രചരണമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഓരോ ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങൾ മാറി മാറി വരുന്ന സാഹചര്യമായിരുന്നു നിലമ്പൂരിലുണ്ടാവുക. ഇനിയുള്ള 2 ദിവസങ്ങൾ ഒരുപക്ഷെ ഇതെല്ലാം വിഷയങ്ങളും പരമാവധി ചർച്ച ചെയ്യിക്കാൻ തന്നെയായിരിക്കും ഇരു മുന്നണികളിലും നീക്കം. ശ്രീജ. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം അതായിരുന്നു പ്രധാനമായും എപ്പോഴും പ്രചാരണങ്ങളിൽ ഉയർത്തിക്കാട്ടാൻ LDF ശ്രമിച്ചത്. മറ്റു വിഷയങ്ങളൊക്കെ ഒന്ന് താഴ്ത്തിയിരുത്താൻ തന്നെയാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ക്ഷേമ പെൻഷനും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ, ഇന്നലെ പ്രിയങ്കയൊക്കെ കാര്യമായി തന്നെ ആ വിഷയങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നു? ഏറ്റവും പ്രധാനം ശ്രീജ പറഞ്ഞതുപോലെ UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവമാണ്. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് ഏറ്റവും സജീവ ചർച്ച ഇടതുമുന്നണി ഉയർത്തിക്കാട്ടുന്നത്. അതിൽ PDP ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട് LDFനെ എതിർക്കാൻ വിമർശിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെങ്കിലും അത് കാര്യമായി വിലപ്പോയില്ല. അതിനപ്പുറത്തേക്ക് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ CPM നിലപാടെടുത്തത് ഒരു വർഗീയ സംഘടനകളുടെ വിഘടനവാദികളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട, അങ്ങനെ പറയാൻ UDFന് കഴിയുമോ? അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായി
ഭരണപക്ഷം ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇടതുമുന്നണി ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മതരാഷ്ട്രം എന്ന നിലപാടിൽ നിന്നൊക്കെ അവർ ആ കാലം അതൊക്കെ മാറ്റിക്കഴിഞ്ഞു എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് വി ഡി സതീശൻ ഒരു സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ലോകത്ത് ഒരു രാഷ്ട്രീയ നേതാവും ജമാഅത്തെ ഇസ്ലാമിക്ക് അത്തരമൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. അത് പിടിച്ചാണ് ഇടതുമുന്നണി മുന്നോട്ട് പോയത്. എന്നാൽ ആ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് UDF അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ പിന്മാറാനോ അത് തള്ളിപ്പറയാനോ UDF തയ്യാറായിട്ടില്ല. ദേശീയ നേതൃത്വം, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മറുപടി പറയണമെന്നാണ് CPM-ൻ്റെ ആവശ്യം. CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെയും അത് ആവർത്തിച്ചു. പക്ഷേ പ്രിയങ്ക ഗാന്ധി ആ വിഷയത്തിൽ തൊട്ടിട്ടില്ല. ഇന്ന് KC വേണുഗോപാൽ ഇവിടെ നിലമ്പൂരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതിലുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളും ചർച്ചയായി വരുന്നുണ്ട്. കാരണം വന്യജീവി മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് സർക്കാർ എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, കേന്ദ്ര നിയമവും കേന്ദ്ര നിലപാടുമാണ് അതിൽ പ്രധാനം. ഇന്നലെ മുഖ്യമന്ത്രി പോത്തുകലിലെ പൊതുയോഗത്തിൽ പറഞ്ഞത് മറ്റൊരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വന്യജീവികൾ പെറ്റുവരുന്നതാണ്. എല്ലാ രാജ്യങ്ങളിലും അത് സാധാരണമാണ്. പക്ഷേ അവിടെയൊക്കെ ഈ വന്യജീവികളെ വേട്ടയാടാൻ, കൊല്ലാനുള്ള അവകാശം, അധികാരമുണ്ട്. ഇവിടെ മാത്രം നൽകുന്നില്ല. അതിന് കാരണം ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന നിയമമാണ്. അത് അതേപടി എന്തുകൊണ്ടോ BJP സർക്കാരും പിന്തുടരുന്നു. അതിൽ മാറ്റം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പക്ഷേ അനുകൂല നിലപാടുണ്ടായിട്ടില്ല. എന്നാൽ സമ്മർദ്ദം സർക്കാർ തുടരും. അതാണ് ആ വിഷയത്തിൽ സർക്കാരിൻ്റെ മറുപടി. പ്രതിപക്ഷം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെയും ആക്രമണത്തിൽ ഇരയായവരുടെയും ഒക്കെ ഒരു സംഗമം സംഘടിപ്പിച്ചിരുന്നു. ആ വിഷയം സജീവം നിർത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ മറുപടി ആ രീതിയിലാണ്. ക്ഷേമ പെൻഷൻ വിവാദം ആദ്യം ഉണ്ടായത് KC വേണുഗോപാലിൻ്റെ പ്രതികരണത്തിലാണ്, കൈക്കൂലി എന്ന പരാമർശത്തിലാണ്. അത് പിന്നീട് അദ്ദേഹം തിരുത്തിയെങ്കിലും അതിപ്പോൾ ചർച്ചയായി നിൽക്കുന്നു. മുഖ്യമന്ത്രി ഒടുവിൽ ഇന്നലെ ക്ഷേമ പെൻഷൻ കൂട്ടി നൽകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം, അത് ചെയ്തിരിക്കും എന്ന ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനമെന്ന് പ്രത്യക്ഷ തോന്നിക്കാവുന്ന ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് ആ രീതിയിൽ സർക്കാർ ആ വിഷയം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. അത്തരത്തിൽ വിഷയങ്ങൾ മറിഞ്ഞു വരുമ്പോഴും ഈ 2-3 വിഷയങ്ങൾ ഏറ്റവും പ്രധാനം ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ വന്യ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ, ക്ഷേമ പെൻഷൻ, ഈ 3 വിഷയങ്ങൾ തന്നെയാണ് വികസനം എന്ന സർക്കാർ പറയുന്നതിനപ്പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്നത്. വികസനം ചർച്ച ചെയ്യാൻ സർക്കാർ മടിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ പറയുന്നത് വികസനം ചർച്ച ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾക്ക് തീരുമാനം. സർക്കാരിൻ്റെ 9 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ജനം വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി അടക്കമുള്ള പങ്കുവയ്ക്കുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ വിലയിരുത്തലിൽ കൂടി മാറുമെന്ന പ്രതീക്ഷ സർക്കാരിനുണ്ട്. അതിലും ചർച്ച നടക്കുന്നു. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. എല്ലാത്തിനും ഇരു മുന്നണികൾക്കും അല്ലെങ്കിൽ 3 മുന്നണികൾക്കും അവരുടേതായ പ്രതീക്ഷകളും ആശങ്കകളും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി വിഷയം വരുമ്പോൾ സ്വാഭാവികമായും സമസ്ത വോട്ടുകൾ മാറിപ്പോകുമോ എന്ന ആശങ്ക UDF-നുണ്ട്. അത് പരമാവധി ശേഖരിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നുണ്ട്. 2 മുന്നണികളും വർഗീയ രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് BJP-യുടെ നിലപാട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മലയോര മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളാണ്. എല്ലാവരും കഴിഞ്ഞ ദിവസമൊക്കെ PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളെല്ലാം ഉറക്കത്തിലായിരിക്കും, ഞാൻ ഫീൽഡിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമരമ്പലത്തൊരു മരം വീട് തകർന്ന വീട്ടിൽ PV അൻവർ ഉണ്ട്. PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്നണിയിലാണ് നമുക്ക് തോന്നിയിരുന്നു, നിശബ്ദമാണെന്ന് തോന്നിയിരുന്നു. അൻവർ എവിടെയെന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അൻവർ എവിടെയാണെന്ന് ഇന്നലത്തെ റോഡ് ഷോയിലോടുകൂടി, യൂസഫ് പത്താൻ്റെ ഷോയിലോടുകൂടി ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്നു. അൻവർ ഇരു മുന്നണികൾക്കും ഭീഷണിയാകും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ആർക്കാണ് അൻവർ പിടിക്കുന്ന വോട്ടുകൾ കൂടുതൽ തലവേദന ഉണ്ടാക്കുക, ആരുടെ വിജയസാധ്യതയാണ് ബാധിക്കുക എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ മാറുകയാണ്. മുന്നണികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് ആദ്യം തോൽപ്പിക്കേണ്ടത് ഈ മഴയാണ്. കനത്ത മഴയാണ് നിലമ്പൂരിലുള്ളത്. നാളെയും റെഡ് അലർട്ടാണ്. അതൊക്കെ മറികടന്നുകൊണ്ടുള്ള റോഡ് ഷോയും ഒക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും അത്ര എളുപ്പമല്ല നിലമ്പൂർ പോലെ ഇത്രയധികം മഴ പെയ്താൽ വളരെ വേഗത്തിൽ അപകടമുണ്ടാകുന്ന ഒരു മേഖലയിൽ ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തുക, ആ വോട്ടർമാരെ എത്തിക്കേണ്ട വലിയ ഉത്തരവാദിത്തം, വെല്ലുവിളി മുന്നണികൾക്ക് മുന്നിലുണ്ട്. ഇനി അവശേഷിക്കുന്ന ഈ പരസ്യപ്രചരണത്തിൻ്റെ മണിക്കൂറുകൾ പരമാവധി വോട്ടർമാരിലേക്ക് ഇന്ന് അല്പസമയത്തിലേക്ക് 9 മണിയോടുകൂടി ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. അൻവർ പോയത് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവിലേക്കാണെങ്കിൽ, യൂസഫ് പത്താനെ കൊണ്ട് പോയത് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവിലേക്കാണെങ്കിൽ, സ്വരാജ് വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്ക് റോഡ് ഷോ 9:30 ആരംഭിക്കുകയാണ്. വളരെ ഇടുങ്ങിയ റോഡുകളാണ്, വളരെ വലിയ റോഡ് ബ്ലോക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും ആ ഗതാഗത തടസ്സം ഉണ്ടാകും. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് സ്ഥാനാർത്ഥികൾ ഓരോ നിമിഷവും ഈ പ്രചരണം കൊഴിപ്പിക്കാൻ, മഴയെ തോൽപ്പിച്ച് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്നിവിടെ എത്തുന്നുണ്ട്. അദ്ദേഹം 46 കേന്ദ്രങ്ങൾ CPM കുടുംബ സംഗമം
സംഘടിപ്പിക്കുകയാണ്. അവിടുത്തെ വിഷയവും ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധമാണ്. അതിനെതിരെയാണ് CPM കുടുംബസംഗമം, ഇടതുമുന്നണി കുടുംബസംഗമങ്ങൾ, ഒരു 10-40 നേതാക്കൾ, ഇടതുമുന്നണി പ്രധാന നേതാക്കൾ ഇന്ന് മണ്ഡലത്തിലുണ്ട്. ഈ കുടുംബസംഗമം ഒരുപക്ഷെ പങ്കെടുക്കാനായി നമ്മൾ വിചാരിച്ചത് നിലമ്പൂരിൽ ഇനി വെറും 7 മാസം മാത്രമാണ് ഒരു MLA-ക്ക് കാലാവധി ബാക്കിയുള്ളത്. അങ്ങനെ ഒരു സമയത്ത് അത്ര വലിയ ആവേശമൊന്നും പ്രതീക്ഷിക്കാതെ തുടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. പക്ഷെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ സമയത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലാണ്. ഏറ്റവും പ്രകൃതി പോലും പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെപ്പോലും തോൽപ്പിക്കുന്ന ആവേശമാണ് പ്രചാരണ രംഗത്ത് കാണുന്നത്. ഇങ്ങനെ താരനിബിഡമായൊരു പ്രചാരണ കാലയളവ് ഏതാണ്ട് പൂർത്തിയാവാൻ പോവുകയാണ്. അവിടെ വിഷയമായി വന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ അരുൺ വിശദീകരിച്ചത്. ഇനിയും നാളെ വൈകുന്നേരം വരെ സമയം ബാക്കിയുണ്ട്. ഈ വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കും, താരങ്ങൾ നിറഞ്ഞു നിൽക്കും. അങ്ങനെ നിലമ്പൂർ സജീവമായി തന്നെ വാർത്തകളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അരുണും ഒപ്പം അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ കൂടി വളരെ പെട്ടെന്നൊന്ന് നോക്കാം.